വായനക്കാരുടെ കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമടായിട്ട് ആഫീസിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് കുറച്ച് ഞാനിങ്ങ് എടുത്തു. എല്ലാവരും ഞെട്ടിയിരിക്കുക. സാഹിത്യകാരന്റെ ദുബായ് ഫ്ലാഷ് ബാക്ക് കലക്കിയിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. വായിച്ചു നോക്ക്. ഏത് തെണ്ടിയുടെ കൂടെയാണ് യക്ഷി ഒളിച്ചോടിയത്? ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പോ എവിടെ? അവൻ ചത്തോ അതോ പ്രസവിച്ചോ? നോക്ക്. പറഞ്ഞതുപോലെ അവനിപ്പോ എവിടെ? സാഗറിന് അയാളെ അറിയില്ലേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തിനാ അയാളെ കാണണം? കാണണല്ലോ. സാഹിത്യകാരനും അയാളും കണ്ടുമുട്ടുന്നതല്ലേ അടുത്ത ലക്കം. ഓഹോ, അങ്ങനെയാണോ അടുത്ത ലക്കം? എന്നാലല്ലേ ഒരു സംഘടനത്തിനും 5-6 കിണ്ണം ഡയലോഗിന് ചാൻസ് ഉള്ളൂ. സാഹിത്യകാരനെ ചതിച്ച അവന്റെ മോന്തക്കിട്ട് പടപടാന്ന് 2 എണ്ണം കൊടുക്കുന്നത് വായനക്കാരനെ എന്തൊരു കോരിത്തെരിപ്പായിരിക്കും. സാഗർ ബുദ്ധിമുട്ടണ്ട. ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല, ഞങ്ങൾ ഏറ്റു. ഞാൻ മഞ്ചാടി വാരികയുടെ മുതലാളി മാമച്ചൻ. മാമച്ചൻ മുതലാളി എന്ന് വിളിക്കും. ഇത് തഹസിൽദാർ രാമകൃഷ്ണൻ. വിശേഷിച്ച് വിശേഷിച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ചില്ലറയൊന്നുമല്ല പാടുപെട്ടത്. കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. കാര്യം എന്താ? കാര്യം ഇവരിവിടെ നിൽക്കുമ്പോ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റിയ വിഷയമല്ല. അതാ ഞങ്ങൾ കിടന്ന് പരുങ്ങുന്നത്. നിങ്ങൾ കാര്യം പറയും മിസ്റ്റർ. സാഗർ കോട്ടപ്പുറത്തിന്റെ ഗസറ്റഡ് യക്ഷി വായിക്കാറുണ്ടോ? ഇല്ല. ഓ, അതെന്റെ മഞ്ചാടിയിലെ തുടരനാ. ഗസറ്റഡ് യക്ഷി എന്ന് വെച്ചാൽ തഹസിൽദാർ പ്രിയദർശിനി, പഴയ പ്രിയദർശിനി. ഇവൾ നായകനെ ചതിക്കുന്നു എന്ന് വെച്ചാ കല്യാണത്തലേന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു. നോവൽ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുക. ഒളിച്ചോടിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ആ കാമുകൻ വേറെ പെണ്ണ് കിട്ടിയെന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി. അതെങ്ങനെ സംഭവിച്ചു? ഇതന്വേഷിക്കാനാണോ കാർ എടുത്ത് പുറപ്പെട്ടത്? നിങ്ങൾ കാരണം വിദ്യാസാഗർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം തൊലഞ്ഞു. ഇറങ്ങണം മിസ്റ്റർ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഗസറ്റഡ് യക്ഷിയുടെ അടുത്ത വണ്ടി വിടുവാ. സാഗർ കോട്ടപ്പുറം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സംസാരിക്കണം. ഇതെന്റെ ഭാഗ്യമെന്ന് പറയണ്ടോ? എല്ലാ സത്യവും പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ഉടനെ പറഞ്ഞോളൂ. എന്നോട് പറഞ്ഞോളൂ. മിസ്റ്റർ സാഗർ ഇവിടെ ഇല്ലേ? ആരാണ്? കാമുകൻ. നമ്മുടെ കാമുകൻ, യക്ഷിയുടെ കാമുകൻ. എന്ത് വേണം? എനിക്ക് മിസ്റ്റർ സാഗറിനോട് മാത്രമായി ചില കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. വരൂ. മാമച്ചനെ കർത്താവ് കൈ വെടിഞ്ഞില്ലേ തഹസിൽദാർ സാറേ? പറയട്ടെ, ഹൃദയം തുറന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു കഥ കിട്ടാതിരിക്കില്ല. കോട്ടപ്പുറം ആണെങ്കിൽ സത്യം മാത്രമേ എഴുതുന്നു. വാശിയിൽ നിൽക്കുമ്പോ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്റെ പൊന്നു മോനെ. ഹലോ, മഞ്ചാടിയല്ലേ? എടി റോയ് കൊടുക്ക്. ഹലോ, റോയ് അല്ലേ? ആ, മാമച്ച മുതലാളിയാ. അതെ, താൻ ധൈര്യമായിട്ടിരിക്കും. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് സാധനമായിട്ട് ഞാൻ അവിടെ എത്തും. അവളുടെ കാമുകനുണ്ടല്ലോ, ആ കശ്മലൻ, അവൻ കോട്ടപ്പുറത്തോട് സംസാരിച്ചോണ്ടിരിക്കുക. പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ഒരു വാരിക മുതലാളിയുടെ ടെൻഷൻ ഈ വായനക്കാരെന്ന എംബോക്കികൾ അറിയുന്നുണ്ട്. ഇപ്പൊ അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടി കാരണക്കാരനല്ലേ രാമകൃഷ്ണ? അങ്ങേയറ്റം നമ്മൾ അവളെ ഉപദ്രവിച്ചില്ലേ? എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത്? എങ്ങനെയാണ് ഇനി അതൊക്കെ ഒന്ന് തിരുത്തുക? നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലോ. അതെ, അറിയാതെയും അന്വേഷിക്കാതെയും ആ മാമച്ചന്റെ നിർബന്ധത്തിന് വഴങ്ങി. എനിക്കതൊക്കെ തിരുത്തണം. ഒറ്റ വഴിയേ ഉള്ളൂ. അറിയാവുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് എഴുതുക. അങ്ങനെ പെട്ടെന്ന് എഴുതിയാൽ ആളുകൾ വിശ്വസിക്കോ? വിശ്വസിക്കും. താൻ എഴുതണം. എല്ലാത്തിനും കാരണം ആ കുട്ടിയുടെ മാനസിക വിഭ്രാന്തിയായിരുന്നു എന്ന് വരുമ്പോൾ എല്ലാം ന്യായീകരിക്കപ്പെടും. വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും എല്ലാം ബോധ്യമാവും.
എന്റെ പൊന്നു തഹസിൽദാർ സാറേ, 2 ദിവസമായി ഞാൻ നെട്ടോട്ട് ഓടുകയാണ് കോട്ടപ്പുറത്തിനെ തേടി. എന്തായി ക്ലൈമാക്സ്? അവസാന ലക്കം ഇന്ന് കമ്പോസിങ്ങിന് കൊടുത്തില്ലെങ്കിൽ അയാൾ എവിടെ? ഭയപ്പെടാതിരിക്കൂ മാമച്ച, അയാൾ കഥ എഴുതുകയാണ് അകത്ത്. ശുഭപര്യവസായിയായ ഒരു പുതിയ അധ്യായവുമായി അയാൾ പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഓ, എന്റെ ദൈവമേ. അതേ കിടപ്പ് തന്നെ. എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല. എന്നെ വേണമെങ്കിൽ ഒന്നുകൂടി തല്ലിക്കോ. എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ? എഴുന്നേൽക്ക കുടിക്കുക കെടുക്കുക, എഴുന്നേൽക്ക കുടിക്കുക കെടുക്കുക. സ്കോച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു. രൂപ എത്രയാ പൊടിച്ചത്? തഹസിൽദാർ സാറിന് അറിയോ? ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ലഞ്ഞിട്ടല്ല, MT വാസുദേവൻ നായരും മഞ്ചാടിക്ക് നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പവും ഒക്കെ എന്നേക്കാൾ അറിയാവുന്നത് ചേച്ചിക്കല്ലേ? എന്നാലും നിനക്കും കൂടി ഇഷ്ടപ്പെടണമല്ലോ. പറ്റുമെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് വന്നിട്ട് പോയിക്കൂടെ നിനക്ക്? ഇപ്പൊ വന്നാ കല്യാണത്തിന് വരാൻ അറബാബ് ലീവ് തരില്ല. അപ്പൊ പിന്നെ ഒരു താലി പാഴ്സൽ അയച്ച് തരേണ്ടി വരും ഞാൻ. ഒക്കെ ചേച്ചിയും മോഹനേട്ടനും കൂടെ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ഏതായാലും കുട്ടിയുടെ ഫോട്ടോ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. എപ്പോ കൊടുത്തയച്ചു? ആരുടെ കൊടുത്തയച്ചു? എന്ന് കൊടുത്തയച്ചു? കിടന്ന് ചാടാതെ. നിന്റെ കൂട്ടുകാരൻ സൈനുദ്ദീന്റെ സിസ്റ്റർ സോണിയ അല്ലേ? അവളും ഹസ്ബൻഡും കൂടി യാത്ര പറയാൻ വന്നിരുന്നു മെനിഞ്ഞാന്ന് രാത്രിയില്. കയ്യോട് കൊടുത്തയച്ചിട്ടുണ്ട്. ഫോട്ടോ ഇപ്പൊ സൈനുദ്ദീന്റെ കൈ കിട്ടിക്കാണല്ലോ. അവൻ പറഞ്ഞില്ലേ? അവ പറഞ്ഞില്ല. കള്ള നമുക്ക് മറന്നു കാണും. ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ പെട്ടെന്ന് കുറച്ച് ഭയങ്കര തിരക്കിലായി പോയി. ഹലോ, മലബാർ ഗാർമെന്റ്സ്. ആര്? വിദ്യാർത്ഥനോ? ആ, ചൈനക്കുണ്ടല്ലോ, കൊടുക്കാം. ഇക്ക ഫോൺ. മര്യാദയ്ക്ക് അടുക്കി വെക്കാൻ പറഞ്ഞ കേൾക്കൂല. ഫോൺ. എന്ത് ഫോണ്? നീ ഇതൊന്ന് ശരിക്കും അടുക്കി വെക്ക ആദ്യം. ഏതാ ഫോൺ? വിദ്യാർത്ഥന. എന്താണ് മോനെ കുട്ട, സുഖം തന്നെയോ? അടിച്ച് നിന്റെ കണ്ണിയാൻ പൊട്ടിക്കും. എടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കൈ കിട്ടിയിട്ട് നീ എന്താ എനിക്ക് തരാത്തത്? തരാത്തത് വേറൊന്നും കൊണ്ടല്ല മോനെ, ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കൊതി തീരുന്നില്ല. ഇടിച്ചു നിന്നെ മര്യാദയ്ക്ക് ഫോട്ടോ ഇവിടെ എത്തിക്കടാ. നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് 10,000 ലക്കോസ്റ്റ് ടീഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്റെ കമ്പനി നിനക്ക് ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു 10,000 പീസസിന്റെ ഒരു ഓർഡർ നിനക്ക് വേണമെന്ന്. അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ. എടാ, നീ ഒന്ന് മനസ്സിലാക്കണം. എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി. എന്നോടുള്ളതിനേക്കാൾ ആത്മാർത്ഥ്യമൊന്നും അവനോട് കാണിക്കണ്ട. പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു, ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം. അതാണ് രാജ്യസ്നേഹം. ഓ, ഇതാണോ രാജ്യസ്നേഹം? ആ, ഞാൻ അറിഞ്ഞില്ല. നീ ഈ ഫോട്ടോ എപ്പോ എത്തിക്കും? നീ ടീഷർട്ടിന്റെ ഓർഡർ എപ്പോ തരും? ഓ, അത് ശരി. അപ്പൊ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? നീ ഓർഡർ താടാ മോനെ. വേണ്ട, എനിക്ക് ഫോട്ടോ വേണ്ട. രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം. എന്നിട്ട് നമുക്ക് ഓർഡറിന്റെ ഫോട്ടോയുടെ കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ? ഓക്കെ. എന്റെ അല്ലോ, രാത്രി ഫ്ലാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ ഇങ്ങനെ കൈയോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? ഓർഡർ തന്നാലേ ഫോട്ടോ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓർഡർ തന്നൂടെന്ന് അപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എടുക്കടാ ഫോട്ടോ. അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്കെന്തിനാ? ഈ തിരക്കൊന്നും ഒഴിഞ്ഞോട്ടെ, നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം. അപ്പൊ ആ ഫോട്ടോ ഇപ്പൊ നിന്റെ കയ്യിലില്ലേ? ഫോട്ടോ കൈ കൊണ്ട് കിടക്ക്. എന്തിന്? ആ, ശരി, എനിക്ക് കാത്തിരിക്കാൻ തീരെ സമയമില്ല. ഇപ്പൊ തന്നെ പുറപ്പെടാ. ഇപ്പോഴാ? നിന്നോട് വരാനാ പറഞ്ഞ. ഫോട്ടോ ഒക്കെ എടുത്തു തരാം. നീ ആദ്യം ഈ കൈ ഒന്ന് വിട്. വേണ്ട, വേല കയ്യിലിരിക്കല്ലേ. അവിടെ നിൽക്കാൻ. അങ്ങനെ നിക്കണില്ല മോനെ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇവിടെ വരാൻ. എന്നെ ഓടിക്കരുത്. 1500 മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ. ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ടീഷർട്ടിന്റെ ഓർഡർ തരാതെ ഞാൻ ഇത് തരുന്ന പ്രശ്നമില്ല. പട്ടി. സൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നാ? ഇല്ല.
നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്? അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയല്ലോ. അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും. അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക്. കുട്ടിയുടെ ഫോട്ടോ ഉഷാറായിട്ടാ. നീ കണ്ട? കണ്ടല്ലോ, നല്ല അസല് കുട്ടി. ബാലു, ബാലു, ആ സാഗർ സൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നോ? കടലില്ലേ? ഇല്ല. എങ്കിൽ ചിലപ്പോ ജെയിംസിന്റെ അടുത്താണ്. ശരി. ആ സാഗർ, കുട്ടിയുടെ ഫോട്ടോ കണ്ടോട്ടോ, കലക്കിയിട്ടുണ്ട്. സൈനുദ്ദീൻ വന്നാ? ആ വന്നിട്ട് പോയി. സൈനിക ഫോട്ടോ കാണിച്ചിട്ടോ, കുട്ടി നന്നായിട്ടുണ്ട്. അവനെ എന്ത് ചെയ്യും? യെസ് വിദ്യാസാഗർ. നിന്റെ വിദ്യയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്നെ പിടിക്കാൻ ഓടുകയാണല്ലേ? നേരെ നോക്കി വണ്ടി ഓടിക്കണം. എന്നെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറാൻ നോക്കണ്ട. എന്റെ പൊടി പോലും നിനക്ക് കിട്ടൂല. ഡാ, ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു. എന്നോട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? വെറും 10,000 പീസിന്റെ ഓർഡർ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരു കാര്യം ചെയ്യും, തൽക്കാലം മോൻ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഓർഡർ ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ലാറ്റിലേക്ക് വാ. അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ ഇന്ന്, നിന്നെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ വെച്ച് നമുക്ക് ആഘോഷമായിട്ട് ഫോട്ടോ കാണാം. എന്താ? ഡാ മോനെ സൈനു, ഫോട്ടോ ഇപ്പൊ താടാ. നോ നത്തിങ് ഡൂയിങ്. വൈകുന്നേരം പാർട്ടി. ഓക്കേ? പോടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ചിക്കു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ചിക്കു. ഹാപ്പി ബർത്ത്ഡേ ടു ചിക്കു. കുട്ടിയുടെ ഫോട്ടോ അസലായിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. സക്കറിയ ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും, വെടിപറയും, ഭക്ഷണം കഴിക്കും, പിരിഞ്ഞു പോകും. അതോടെ തീർന്നു. നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല. പരസ്പര സഹകരണം എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിലേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല. ഞാനിത് പറയാൻ കാരണം, വിദ്യാസാഗർ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ്. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ ദാ എന്റെ കയ്യിലുണ്ട്. വരട്ടെ. അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ്. അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വന്ന് എന്റെ ചുറ്റും നിൽക്കൂ പ്ലീസ്. അവൻ ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു. എല്ലാവരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ. നീ ഫോട്ടോ എടുക്ക. ഓർഡർ എടുക്ക്. നീ ഫോട്ടോ എടുക്കടാ. ഓർഡർ എടുക്കാൻ. എന്നാ ഫോട്ടോ ഓർഡർ എടുക്ക്. ഫോട്ടോ തന്നാലേ ഓർഡർ തരൂ, അല്ലെങ്കിൽ നീ ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ ഫോട്ടോ തരൂ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല വിശ്വാസമില്ല. എടാ, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം. ഓർഡർ തരാത്ത കൂട്ടുകാരന്മാരെ വിശ്വസിക്കാൻ പാടില്ല. അല്ലോ, നല്ല കുട്ടിയായിരുന്നു. ഹലോ. ആ ചേച്ചി, കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ച്. ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ കിട്ടി, വളരെ നന്നായിട്ടുണ്ട്. അവളിപ്പോ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട്. അവളിനി കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല, കഴിക്കാനേ കൊള്ളാവൂ. അത് ശരി. ഛേ, ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത്. ആ സൈനുദ്ദീന്റെ തലക്കിട്ട് 2 കിഴുക്ക് കൊടുക്ക്. ഇനിയിപ്പോ രണ്ടാമത് അവിടെ ചെന്ന് ഫോട്ടോ എങ്ങനെയാ ചോദിക്കുക? വേണ്ട, ഇനി ഫോട്ടോ അയക്കൊന്നും വേണ്ട. ഈ ദുബായിൽ ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും ഫോട്ടോ കണ്ടു. ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. കാണാത്തതുകൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാം.